ഹലോ മച്ചാന്മാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ ഗായ്സ്? അപ്പോൾ നമ്മുടെ കടുവക്കുന്നിൽ കുറുവാച്ച് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു കിടിലൻ സിനിമയാണ് കടുവ. അപ്പോൾ സിനിമയിൽ കുറേ മാസ് ഡയലോഗും കുറേ ആക്ഷൻ സീനൊക്കെ ഉള്ള സിനിമയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇതിലെ അങ്ങനെ അയ്യപ്പനും കോഷിൻ്റെയൊക്കെ ഒരു വൈബടിക്കുന്ന സിനിമയാണ് കടുവ. പിന്നെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും കഴിഞ്ഞാൽ ഏറ്റവും അച്ഛൻ വേഷങ്ങളിൽ ഏറ്റവും ചേർന്നൊരു ആക്ടറാണ് പൃഥ്വിരാജ്. അപ്പോൾ ഈ സിനിമയിലും ഒരു അച്ഛൻ വേഷമാണ് ആൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമയിലൊരു കിടിലൻ സീൻ ഉണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഓക്കെ, കടുവക്കുന്നിൽ കുറുവാച്ച്. അപ്പൊ എങ്ങനാ ചേട്ടത്തി, അതങ്ങ് ഉറപ്പിക്കുമല്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ഈ നിൽക്കുന്ന ഔസേപ്പുട്ടി അടക്കം നിങ്ങളുടെ 3 ആൺമക്കളും കരിങ്കണ്ടത്തി ചാണ്ടിച്ചായൻ ഉണ്ടായതല്ല എന്ന്. എന്നടാ നീ പറഞ്ഞ? എല്ലാരും കണ്ടു കേട്ടോ. സംഭവം ഈഗോന്റെ സെറ്റപ്പാണ്. എന്താല്ലേ അച്ഛായ വേഷങ്ങള് പൃഥ്വിരാജിന്റെ പക്കയായിരിക്കും. ആളുടെ ലുക്കും നെഞ്ചും വരിച്ച് ക്രീസ് ഇങ്ങനെ നിൽക്കില്ലേ, പക്കയാണ്. അങ്ങനെ തോക്കെടുത്തു കേട്ടോ, പൊട്ടിക്കടാ. നീ പൊട്ടിക്കോ? എങ്കി പൊട്ടിക്കടാ. തലേ തൊപ്പിയും പിന്നി 2 ബറ്റാലിയൻ പോലീസും ഇല്ലാതെ നിനക്ക് വെടിവെച്ച ശീലമില്ലല്ലോടാ ഔസേപ്പുട്ടി. നിന്റെ തോക്കിന്റെ മുന്നിൽ നിന്നാ ഞാൻ പറയുന്നത്. കരിങ്കണ്ടത്തി ചാണ്ടിക്കുഞ്ഞാണ് നിന്റെ തന്തയെങ്കിൽ വെക്കടാ വെടി. കുരിയാച്ച, ഈ നേരവും തീയതിയും വേണേ നീ ഒന്ന് കുറിച്ചു വെച്ചോ. ഇനിയുള്ള ദിവസങ്ങളിൽ നിനക്ക് മനസ്സിലായിക്കോളും, ഇതായിരുന്നു നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട സമയമെന്ന്. എന്നാലും വല്ലാത്തൊരു കാട്ടായ്മ കുരിയാച്ച നീ കാണിച്ചത്. ഇന്ന് ആ പള്ളിമുറ്റത്തിട്ട് നിന്നെ അയാൾ ഷൂട്ട് ചെയ്തിരുന്നേ പോലും അയാൾക്കൊരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആണ് അയാൾ മിനിസ്ട്രിയിലും ഫോഴ്സിലും. അങ്ങനെ അങ്ങ് ചിരിച്ച് തള്ളണ്ട കുരിയാച്ച. നീ നോക്കിക്കോ, നിന്റെ നാശം കണ്ടേ അയാൾ അടങ്ങുള്ളൂ. അല്ല, സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. രാജീവ് സാർ അത് വിട്, അത് നമുക്ക് വഴിയെ നോക്കാം. പക്ഷെ എന്നതൊക്കെ ആന്നേലും ഇന്നിവൻ തെറച്ചടിച്ചോട് പറഞ്ഞത് ചെറ്റത്തരവാ. അമ്മയുടെ പ്രായമില്ലേ ആ സ്ത്രീക്ക്? വർക്കി സാറേ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഒരുമാതിരി. എന്നതാണോ ഞാൻ അറിഞ്ഞേ? നീ പോയി അവരോട് ആ ചെറ്റവർത്താനം പറയുന്നത് ഞാൻ അറിഞ്ഞു. എൽസേ മോളെ, നീ പറ, നീ ഒരു പെണ്ണല്ലേ? നിന്റെ കെട്ടും ചെയ്തത് ശരിയാണോ? അല്ല, അച്ചായൻ ആ ചേട്ടത്തിയോട് അങ്ങനെ പറയാൻ പാടില്ല. അവരെ ചെന്ന് കണ്ട അച്ചായൻ മാപ്പ് പറയണം. എൽസ എന്നതായി പറയുന്നത്? നീ മിണ്ടരുത്, നീ ഒറ്റ ബുദ്ധിയാ. കുരിയാച്ച, കുടിപ്പള്ളിക്കൂടത്ത് നിനക്ക് 2 അക്ഷരം പറഞ്ഞു തന്നെ ഞാൻ. ആ എന്റെ വാക്ക് നീ കേൾക്കണം. എൽസ പറഞ്ഞ പോലെ നീ തെറുതിച്ചെടുത്തോട് മാപ്പ് പറയണം. പറയാം. അത് പക്ഷെ ചെയ്ത തെറ്റ് മനസ്സിലായതുകൊണ്ടാ, അല്ലാതെ അവരുടെ മോന്റെ മുഴുപ്പ് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല.
മാപ്പ് പറയുമ്പോ അവർക്ക് അതുകൂടെ മനസ്സിലാകണം. ഇവിടെ വണ്ടിയിലെ ബെൻസ്, പഴയ ബെൻസോ. എന്നതാ വർക്കിച്ച? അതങ്ങോട്ട് കയറി നിന്നോണ്ട് പറഞ്ഞാ പോരെ ചേട്ടത്തി. താൻ താൻ മാത്രം. തനി അച്ചായത്തില്ലേ? അതെ ചേട്ടത്തി, നടക്കാൻ പാടില്ലാത്തൊക്കെ ഇന്ന് പള്ളിമുറ്റത്ത് വെച്ച് നടന്നേ. ചേട്ടത്തി അത് മറക്കണം. ഔസേപ്പെട്ടിയോടും പറയണം അതൊന്നും മനസ്സിൽ വെച്ചേക്കരുതെന്ന്. താൻ മറക്കുവോ? എന്റെ ഔസേപ്പെട്ടിയുടെ സ്ഥാനത്ത് താനായിരുന്നേ. താൻ മറക്കുവോ? ഇവൻ ഇന്ന് എന്നോട് പറഞ്ഞ വർത്തമാനം ആത്മാഭിമാനമുള്ള ഒരു മകനും അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ലടോ. ചേട്ടത്തി അതീ കുരിയാച്ചൻ പശ്ചാത്തപിക്കുന്നുണ്ട്. ചേട്ടത്തിയോട് മാപ്പ് പറയാൻ അവനിപ്പോ ഇങ്ങോട്ട് വന്നേ. ചേട്ടത്തി വാക്ക് മാറ്റിയപ്പം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞു പോയതാ. ഞാൻ വാക്ക് മാറ്റിയെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. എന്ത് കാരണം? മന്ത്രി തോമാച്ചനെ പ്രീതിപ്പെടുത്താൻ നിങ്ങളുടെ മോൻ കളിച്ചൊരു കളിയാത്. അത് എന്നാ കാരണം? അങ്ങനെയാണേ അങ്ങനെ. നിനക്കൊക്കെ ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ വർക്കിച്ച, ഇവനിപ്പോ ഉണ്ടായേക്കുന്നത് പശ്ചാത്താപമല്ല, ഭയമാ. ഭയം. ഈ സംസ്ഥാനം ഭരിക്കുന്ന IG ജോസഫ് ചാണ്ടിയോടും അമ്മയോടും ആ മുട്ടിയേക്കുന്നുള്ള ഭയം. ഞാൻ പുറത്താലും ഇവനോട് എന്റെ മോൻ പൊറുക്കുകയല്ല. താനാ രൂപക്കൂട് കണ്ടോ? എന്റെ കുഞ്ഞ് അതിന്റെ മുന്നിൽ കണ്ണു കലങ്ങി നിൽക്കുന്നത് ജീവിതത്തിൽ 2 വട്ടമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് കടം കയറി മുടിഞ്ഞ് നിക്കക്കള്ളിയില്ലാതെ അവന്റെ അപ്പൻ കെട്ടി ഞാൻ മരിച്ചപ്പോഴാ. അന്ന് അവൻ അതിന്റെ മുന്നിൽ നിന്നൊരു സത്യം ചെയ്തായിരുന്നു. ഈ കുടുംബം തകരാനും അവന്റെ അമ്മ ഇളയത്തിങ്ങളും വഴിയാധാരമാകാനും അവൻ അനുവദിക്കുകയില്ലെന്ന്. എന്റെ കുഞ്ഞത് അക്ഷരം പ്രതി പാലിച്ചു. അതുപോലെ ഇന്നും അവനൊരു സത്യം ചെയ്തടോ വർക്കിച്ച. എന്താലേ പക്ക ആക്ടിങ് ഉണ്ട് അയാളുടെ. കടുവാക്കുന്ന കുരിയാച്ചന്റെ അസ്ഥിവാരം തോണ്ടുമെന്ന്. എന്റെ കുഞ്ഞത് ചെയ്തിരിക്കും. ആ പേടിയൊന്നും ഞങ്ങൾക്കില്ല ചേട്ടത്തി. പ്രത്യേകിച്ച് കുരിയാച്ചന്. നിങ്ങളോട് ഇന്നിവൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഇവന്മാർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുത്തൊരുത്തനെന്ന നിലയിൽ ആ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇവനത് അംഗീകരിച്ചു. നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ഇവിടം വരെ വന്നു. അപ്പൊ ചേട്ടത്തി മോൻ ചെയ്ത ഉഗ്ര ശബ്ദങ്ങളുടെ കണക്ക് പറഞ്ഞ് മേടിപ്പിച്ചാലോ? ദേ ഈ നിക്കുന്നേ കടുവാക്കുന്ന കോരുമാപ്പിളയുടെ ഊരാ. 19-ാം വയസ്സിൽ കൂട്ടിക്കൽ വനത്തി വെച്ച് ദിവാൻ CP-ക്കെതിരെ ആയുധമെടുത്ത കോരുമാപ്പിളയുടെ ഊര്. അത് മറക്കണ്ട. ശപഥം ചെയ്യുമ്പോ ചേട്ടത്തി മോനും വരണടാ പിള്ളേരെ. അയ്യോ എന്തല്ലേ ആ കഴപ്പങ്ങ് തീർന്നല്ലോ അല്ലേ? ഏതാണ്ട്. ഇറങ്ങി പോരാൻ നേരത്ത് പറഞ്ഞ ഡയലോഗ് കൂടി ഇല്ലായിരുന്നേ. പഠിപ്പിച്ച മാഷിനെ തല്ലി ചീത്തപ്പേരോട് എനിക്കായ. ഇതെന്നാ പറ്റി എല്ലാവർക്കും? ഞാൻ കുറച്ചേരോട് ശ്രദ്ധിക്കുന്നു. ചാക്കോച്ച എന്നാടാ? അപ്പ ആരേലും എന്നതേലും ചെയ്യോ? ആര്? എന്നാ ചെയ്യാൻ? നീയാണോടി ഇതുങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചത്? എന്നാലേ 3 ആളും എണീറ്റ് വന്ന അപ്പയുടെ 2 വശങ്ങളായിട്ട് നിന്നേ. വാടാ. ദേ, നിങ്ങളിങ്ങനെ അപ്പയ്ക്ക് ചുറ്റും കാവൽ മാലാഖമാരെ പോലെ നിൽക്കുമ്പോ അപ്പയെ ആർക്കേലും എന്നതേലും ചെയ്യാൻ പറ്റൂടാ? ചെയ്യ പോയിട്ട് ഒന്ന് അടുക്കാൻ പോലും പറ്റുകയല്ല അല്ലേ? ശരിക്കും? പിന്നല്ലാതെ. പോലീസ് വന്നു കേട്ടോ. പിന്നെയാണ് പരിപാടി. ഗൈസ്, അപ്പോൾ ഇതിന് സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.